മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുർത്തിയിൽ ഡിസൈൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോളർ കുർത്തിയാണ്, സെൻറ്ററിൽ കട്ടിങ് വരുന്ന കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഷോളാണ്. അപ്പോൾ ഈ ഷോളിൽ ഈ കരഭാഗം കുറച്ച് വീതി കൂടിയതാണ്. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് ആവശ്യമില്ലാതെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെൻറ്ററിൽ ഡിസൈൻ ആക്കിയിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരിദാറാണ് കോളർ കുർത്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കട്ടിങ് നമ്മളിവിടെ കാണിക്കുന്നില്ല, അത് ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്, ആവശ്യമുള്ളവരൊന്ന് കണ്ട് നോക്കണേ. ഇനി ഫ്രണ്ട് പോർഷനിൽ സെൻറ്ററിൽ ഓപ്പണിംഗ് ആയതുകൊണ്ട് 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പട്ട വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം കോളറിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് നമ്മൾ താഴ്ത്തി ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് ഒരു 1 ഇഞ്ച്, അവിടെ വി ഷേപ്പാണ് നമ്മൾ കൊടുക്കുന്നത്, 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ടോട്ടൽ ഒരു 7 ഇഞ്ചാണ് കോളറിൻ്റെ ആ ലെങ്ത്ത് കൊടുക്കുന്നത്. വി ഷേപ്പിന് അടിയിലേക്ക് ഒരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ് വി ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇവിടെ നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല, ഡയറക്റ്റ് ഈ ക്ലോത്ത് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നല്ല തുണി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു സൈഡിൽ നമ്മൾ ഈ ചുരിദാറിൻ്റെ തന്നെ കളറുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതിപ്പോൾ ഏകദേശം 3 ഇഞ്ചോളം വീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനെ ആ ടോട്ടൽ ലെങ്ത്തിൽ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇത് സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് വളരെ ഈസി ആയിട്ടാണ് നമ്മൾ പട്ട വെച്ച് കൊടുക്കുന്നത്. ഇത് നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ വി ഷേപ്പ് അവിടെ ഒന്ന് കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അടിവരെ സ്റ്റിച്ച് ചെയ്തിട്ട് മറയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ആ വി ഷേപ്പിൽ വരുന്നിടത്ത് ചെറിയ കട്ടിങ് കൊടുക്കുക. നമ്മൾ സാധാരണ നെക്കൊക്കെ ചെയ്യുമ്പോഴില്ല, അപ്പോൾ ആ ഷേപ്പ് നമുക്ക് ഇതുപോലെ തിരിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ മുകളിലത്തെ പോർഷനിൽ നമ്മൾ ഇതുപോലെ ഈ സെയിം കളർ തന്നെ വെച്ച് കൊടുക്കുന്നു. അതായത് ഈ ഒരു സൈഡിൽ, അടുത്ത സൈഡിൽ നമ്മൾ ഷോളിൽ നിന്ന് കട്ട് ചെയ്ത ആ പീസാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ, ഇത് നമുക്ക് കിട്ടുന്ന വീതിയിൽ കട്ട് എടുത്തതിന് ശേഷം ഇതും സെൻട്രൽ നിന്ന് മടക്കിയിട്ട് നമ്മൾ അടുത്ത സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ അടിയിലേക്ക് വരത്തക്ക രീതിയിലാണ്, ആ പ്ലാക്കറ്റിൻ്റെ അടിയിലെ പ്ലാക്കറ്റിൽ വരത്തക്ക രീതിയിലാണ് ഇത് നമ്മൾ വെക്കുന്നത് കേട്ടോ. അപ്പം ഒരു സൈഡിൽ ടോപ്പിൽ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ സ്റ്റിച്ച് ചെയ്ത് അടിയിൽ സ്ലിറ്റായിട്ട് വരുമ്പോൾ അടിയിലും ഇതുപോലെ ഈ റെഡ് കളറ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതും ഏകദേശം ഒരു 2 ഇഞ്ചോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് മടക്കി വന്നു കഴിഞ്ഞിട്ട്. അതിന് ശേഷം കണ്ടോ, മറ്റേത് ചെയ്തതുപോലെ തന്നെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചതിന് ശേഷം ഇത്തിരി മുകളിലേക്ക് കയറ്റുക കേട്ടോ. എന്നിട്ട് ആ വി ഷേപ്പിൽ തന്നെ നമ്മൾ അടിയിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. അതിന് ശേഷം അതും തിരിച്ച് മറയ്ക്കുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് വരും. ഈ ഒരു ഷേപ്പിൽ തന്നെ വരും. ആ വി ഷേപ്പ് ആ കോർണറിൽ നമ്മൾ ഒന്ന് ചെറിയൊരു കട്ടിങ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ വരും. നമ്മൾ ക്യാൻവാസ് ഒന്നും ഇവിടെ വെച്ച് ചെയ്യുന്നില്ല, ഇതുപോലെയാണ്, വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. ബാക്കി പിന്നെ നമുക്ക് കോളറ് വെച്ച് കൊടുക്കാം. അതുപോലെ അടിയിലേക്ക് വരുമ്പം നമുക്ക് എത്ര ലെങ്ത്തിൽ സ്ലിറ്റ് ഓപ്പൺ ആക്കിയിടണോ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിയിലും നമുക്ക് ആ റെഡ് കളറ് പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ വരും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കണ്ടോ, ഈ വി ഷേപ്പിൻ്റെ അവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക കേട്ടോ ഇവിടെയും. അപ്പോഴാണ് നമുക്ക് ആ തിരിച്ചിടുമ്പം ആ ഷേപ്പ് കിട്ടുള്ളൂ. അതുപോലെ അടുത്ത സൈഡിലും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ നെക്ക് ചെയ്യുമ്പോൾ ചെയ്യാറില്ലേ, മറയ്ക്കുമ്പം ആ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ കണ്ടോ തിരിച്ച് ഇതേപോലെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. മുകളിൽ കൂടി ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക. അതുപോലെ 2 സൈഡും ചെയ്തെടുക്കുക കേട്ടോ. ചുളികളില്ലാതെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ഒന്നിൻ്റെ മുകളിലേക്ക് ഈ വി ഷേപ്പ് വരുന്നിടത്ത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, അപ്പോൾ അതൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ കോളർ വരുന്നിടത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. 2 സൈഡും കറക്റ്റാക്കിയതിന് ശേഷം ഇനി നമുക്ക് ബാക്കും ഫ്രണ്ട് യോജിപ്പിച്ചിട്ട് കോളറും വെച്ച് കൊടുക്കുക. അടിയിലും സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ നമുക്ക് എത്ര വേണം ഓപ്പണിങ് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പം അടിയിലത്തെ ആ റെഡ് കളറ് നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് കാണത്തക്ക രീതിയിൽ വരും. നടക്കുമ്പോഴൊക്കെ അത് അകന്നിട്ട് അതൊരു ഡിസൈനായിട്ട് വരും.
അത് ഇപ്പം നമ്മൾ കണ്ടോ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. നല്ല ഭംഗിയിൽ കിട്ടി. കണ്ടോ മുകളിൽ ഇതുപോലെ പുറത്തേക്ക് കാണാം, കോളറൊക്കെ വെച്ച് കൊടുത്തു. അതുപോലെ അടിയിലേക്ക് വരുമ്പോഴത്തേക്കും കണ്ടോ ഇതുപോലെ ഓപ്പൺ ആവുന്ന സൈഡിലും റെഡ് കളറ് കാണും. ഇതൊക്കെ വളരെ ഈസിയാണ്, നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ കളറ് മാറ്റി നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഉൾവശം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടി. കണ്ടോ സെൻറ്ററിൽ നമുക്ക് ഈ ഒരു റെഡ് കളർ കിട്ടി. വേറെ നമുക്ക് ഈ കുർത്തിയിൽ റെഡ് കളർ വരുന്നില്ല. നമ്മൾ ആ ഷോളിൻ്റെ സൈഡും ചെറിയ ഒരു ലൈൻ റെഡ് കളർ കൊടുത്തിട്ട് ബാക്കി സൈഡ് അടിച്ചു കൊടുത്തു. അപ്പോൾ അടിയിലേക്കും കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടി. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. സാധാരണ പോലെ തന്നെയാണ് ഇത്, പക്ഷേ നമ്മൾ കളറ് മാറ്റി ഡിസൈൻ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.